അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സങ്കടമായ, ദുഃഖമായ, നൊമ്പരമായ രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്ന് പുറത്തു വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ 135 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 101 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം അപകടത്തിന് പിന്നാലെ ഹോസ്റ്റലിന് മുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ താഴേക്ക് ചാടുന്ന പുതിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാതി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ഇന്ന് ഒരു പക്ഷേ രഞ്ജിതയുടെ പരിശോധനാ ഫലം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമ്മളെ സംബന്ധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഏറെ വേദനയോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. അതിൽ മലയാളിക്ക് ഏറ്റവും നൊമ്പരമായത് രഞ്ജിതയുടെ മരണമായിരുന്നു. ഇന്ന് രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഒരുപക്ഷെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. മനു, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിതയുടെ DNA ഫലം ഉടൻ ലഭിക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് മിക്കവാറും ഈ DNA ഫലം സംബന്ധിച്ച വിവരങ്ങൾ തന്നെ പുറത്തു വന്നേക്കും. അതോടൊപ്പം തന്നെ മറ്റ് ചില വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുവരെ 135 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 101ഓളം മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക്, കുടുംബങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സുരക്ഷാ വീഴ്ചയോ അതല്ലെങ്കിൽ ഈ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്നലെ DGCA യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ഈ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി യോഗം ചേരുകയുണ്ടായി. എന്നാൽ അതിൻ്റെ ആ യോഗത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ എയർ ഇന്ത്യ ജെറ്റുകളിൽ ഇത്തരത്തിൽ ആശങ്കകൾക്ക് വകവയ്ക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കണ്ടെത്തലാണ് ഇന്നലെ യോഗത്തിൽ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഉരുത്തിരിച്ചു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഇപ്പോൾ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് DGCA ഇന്നലെ യോഗത്തിന് ശേഷം വിലയിരുത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം ഈ വിമാനത്തിൻ്റെ സുരക്ഷ, അറ്റകുറ്റപ്പണി, അതോടൊപ്പം തന്നെ ഈ പ്രോട്ടോക്കോളുകളടക്കം ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്നലെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള സർവീസുകൾ, ഈ അപകടത്തിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള എയർ ഇന്ത്യയുടെ സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച മാത്രം ഏകദേശം 7ഓളം സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷ സംബന്ധിച്ച കൂടുതൽ ജാഗ്രത ഉണ്ടാക്കണം. ഈ അപകടത്തിന് പിന്നാലെ തന്നെ ആളുകൾക്ക് ഈ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ ഉടനടി പരിഹരിക്കണം എന്നുള്ളതും ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഈ സർവീസുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുരക്ഷയിലേക്കും ക്രമീകരണങ്ങളിലേക്കും, മാത്രമല്ല ഈ വിവരങ്ങൾ അപ്പോൾ തന്നെ ഈ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് ഉടനടി ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കൂടുതൽ ജാഗ്രത എടുക്കണം എന്നുള്ളതാണ് ഇന്നലെ ഈ യോഗത്തിന് ശേഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള യോഗങ്ങൾ ഇപ്പോൾ തുടർച്ചയായി നടക്കുകയാണ്. DGCA യോഗത്തിലും അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ടുള്ള ഈ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രത എടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു ചില കാര്യങ്ങൾ ഈ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 135 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 101 എണ്ണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം രഞ്ജിതയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രഞ്ജിതയുടെ DNA ഫലം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് നാം ഏറ്റവും കൂടുതലായി കാത്തിരിക്കുന്നത്. അതിൻ്റെ ഫലം സംബന്ധിച്ച വിവരങ്ങൾ ഇന്ന് വന്നേക്കുമെന്നുള്ള സൂചന കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മനു, ശരി, ഏതായാലും ആ പരിശോധനാ ഫലം വരട്ടെ. ഒപ്പം തന്നെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരിശോധനകൾ നടക്കട്ടെ. വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ സ്വാതി ദില്ലിയിൽ നിന്ന് നൽകിയത്.